വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പാല്, പഞ്ചസാര, കസ്റ്റേർഡ് പൗഡർ, ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പാല് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡറും പഞ്ചസാരയും കൂടെ കലക്കി ഒഴിക്കുമ്പോഴത്തേക്ക് അടി പിടിച്ചെന്നിരിക്കും. അപ്പം പാല് നമ്മൾ ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന വളരെ കുറച്ച് എമൗണ്ടിൽ പാലും ഷുഗറും കസ്റ്റേർഡ് പൗഡറും കൂടെ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് ഇളക്കിക്കൊണ്ട് തന്നെ വളരെ തീ കുറച്ചിട്ടിട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പം പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീ ലോ ആക്കിയിട്ട് മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സിയിൽ ഞാൻ എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് ചോദിച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കസ്റ്റേർഡ് കിട്ടും, ഒട്ടും കട്ട കെട്ടാത്ത കസ്റ്റേർഡ്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തണുപ്പിക്കുക. ഫ്രൂട്ട്സ് അവനവൻ്റെ ചോയ്സ്. ഞാനിവിടെ സ്ട്രോബെറി, മുന്തിരിങ്ങ, 2 തരത്തിലുള്ള ആപ്പിള്, പഴം ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ കളറ് മാറാതിരിക്കാനായിട്ട് പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കിയാൽ മതി, ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തേത്, നമ്മൾ ബനാന ഏറ്റവും അവസാനം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തെ ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. പിന്നെ ബനാനയുടെ കളറ് മാറാതിരിക്കാനായിട്ട് ഒരു ശകലം ലെമൺ ജ്യൂസിലൊന്ന് മിക്സ് ചെയ്താൽ മതി, നാരങ്ങ നീരിലൊന്ന് മിക്സ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഫ്രഷായിട്ട് കസ്റ്റേർഡ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ തണുത്ത കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ. ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ച കസ്റ്റേർഡാണ്. അപ്പോൾ ഒത്തിരി തിക്കാകുകയും ചെയ്യരുത്. ഒരു തിക്കായിട്ടിരുന്നാലും അതിന് ആ ഫുൾ രുചി വരത്തില്ല. എല്ലാവരും ട്രൈ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഐക്കോണും കൂടെ പ്രസ് ചെയ്യുക. അപ്പം പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ അരികിലെത്തും. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്.